ഹേറ്റ് ക്യാമ്പയിനുകൾ വഴി ലക്ഷ്യമിടുന്നത് മതസൗഹാർദ്ദം തകർക്കൽ. കേരളത്തിലെ മതേതരത്വ ഘടനയെ RSS തകർക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയാകുന്നു. ഇതുവഴി സ്വത്ത് സമ്പാദിക്കുന്ന നിരവധി RSS പ്രവർത്തകർ ഇന്ന് കേരളത്തിലുണ്ട്. സോഷ്യൽ മീഡിയ ഹേറ്റ് ക്യാമ്പയിനുകൾ വഴി മതസൗഹാർദ്ദം തകർത്താണ് ഇവർ മുന്നേറുന്നത്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച ഇവരുടെ RSS സെൽ ഇന്നും ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയും സംഘടിപ്പിച്ചും കേരളത്തിലെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇതിന് BJP RSS തലപ്പത്തുള്ളവരുടെ പിന്തുണയും ഉണ്ടെന്ന് പറയാം. സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വരെ ഇവർ വഴിയൊരുക്കുന്നുവെന്ന് തന്നെ പറയാം. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഉപയോഗിച്ച് OBC തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ ക്യാമ്പയിനുകൾ വഴി നടത്തിയ കുപ്രചരണങ്ങളുടെ തെളിവുകൾ കൂടുതലായി പുറത്തു വന്നിട്ടുണ്ട്. തീവ്രവാദം വളർത്തുന്ന സംസ്ഥാനം, മതവൽക്കരണത്തിന്റെ കേന്ദ്രം എന്ന് തോന്നിപ്പിക്കുന്ന പോസ്റ്റുകൾ, തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കൽ എന്നിവയാണ് ഇവർ കേരളത്തിൽ ആയുധമാക്കുന്നത്. സംഘപരിവാറിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് ആരും തിരിച്ചറിയാതെ പോകുന്ന സത്യം. 2023 ഒക്ടോബർ 29 കൊച്ചിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ അന്നത്തെ കേന്ദ്രമന്ത്രി നിലവിലത്തെ BJP അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ എക്സിൽ നടത്തിയ വിവാദ പ്രസ്താവന തന്നെ മുഖവിലയ്ക്ക് എടുക്കാം. സ്ഫോടനത്തിന് പിന്നിൽ കേരള ഹമാസ് ജിഹാദി സംഘടനകൾ ആണെന്നായിരുന്നു അദ്ദേഹം നടത്തിയ ആക്ഷേപം. എന്നാൽ ഇവരാരുമല്ല, മറിച്ച് BJP സംഘടനയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന ഡൊമിനിക് മാർട്ടിൻ തന്നെയായിരുന്നു സ്ഫോടനത്തിന്റെ ഉത്തരവാദിയെന്ന് പിന്നീട് തെളിയുകയായിരുന്നു. 2025 ദി ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി തുടങ്ങിയ മാധ്യമങ്ങൾ കേരളത്തിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് എക്സ് ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായി കണ്ടെത്തി. ഹിന്ദുക്കൾ ആയുധമെടുക്കണമെന്ന സന്ദേശം നൽകി സ്വയം രക്ഷ എന്ന പേരിൽ വീഡിയോ തയ്യാറാക്കിയതിന് പിന്നിലും ഇവരാണെന്ന് പുറത്തു കൊണ്ടുവന്നു. കേരളത്തെക്കുറിച്ച് വിദ്വേഷ പ്രചരണം നടത്താൻ പഴയ ചിത്രങ്ങൾ ഉപയോഗിക്കുകയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്ത 16 എക്സ് അക്കൗണ്ടുകളെ കുറിച്ചും വാർത്തകൾ പുറത്തു വന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് അനൂപ് ആന്റണി ജോസഫ് സമൂഹത്തെ ധ്രുവീകരിക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ എക്സിൽ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. ശബരിമല തീർത്ഥാടകർ നേരിടുന്ന ദുരിതത്തിന് പിന്നിൽ സർക്കാരാണെന്ന തരത്തിൽ പങ്കുവച്ച വീഡിയോ 1,37,600 പേരാണ് നിലവിൽ കണ്ടത്. മുസ്ലിം പുരുഷന്മാർ കേരളത്തിൽ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിടുന്നുവെന്നും തരത്തിലുള്ള വാർത്തകളും ഇദ്ദേഹം പ്രചരണ ആയുധമായി ഈ സമീപകാലത്ത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ചുരുക്കത്തിൽ മതതീവ്രവാദം അഴിച്ചുവിട്ട് RSS സംഘടനയെ വളർത്തുക, അതുവഴി BJP വോട്ട് ബാങ്കുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഹേറ്റ് ക്യാമ്പയിനുകൾ വഴി കേരളത്തിലെ BJP RSS നേതാക്കൾ നോട്ടമിടുന്നത്.